നമസ്കാരം. ഞാനൊരു ചോദ്യം ചോദിച്ചുകൊണ്ട് തുടങ്ങാം. നിങ്ങളിൽ എത്ര പേർക്ക് തോന്നിയിട്ടുണ്ട് ഞാൻ അർഹിക്കുന്ന ജീവിതമല്ല ഇപ്പോൾ ജീവിക്കുന്നതെന്ന്? രാപ്പകലില്ലാതെ നമ്മൾ കഷ്ടപ്പെടുന്നുണ്ട്, ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നുമുണ്ട്, അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നുമുണ്ട്. പക്ഷേ റിസൾട്ട് വരുന്നില്ല. ഒരു പടി മുന്നോട്ട് വെക്കുമ്പോൾ രണ്ട് പടി പിറകോട്ട് പോകുന്നു. ഇത് അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് തുടങ്ങിക്കോളൂ. ചാറ്റ് ബോക്സിൽ യെസ് ഒന്ന് ടൈപ്പ് ചെയ്തുകൊണ്ട് നമുക്ക് തുടങ്ങാം. യെസ്, കമോൺ. എത്ര പേരുണ്ട് നോക്കട്ടെ ഞാൻ ഇവിടെ ഉള്ളവരില്. എങ്കിൽ നമുക്ക് വളരെ കൃത്യമായി ക്ലാസ്സുകൾ മുന്നോട്ട് പോകാം. ബട്ട് കമോൺ, എത്രയും പെട്ടെന്ന് ഉള്ളവരുണ്ടെങ്കിൽ, ഇല്ലാത്തവരുണ്ടെങ്കിൽ പണ്ട് അടങ്ങിയിരുന്നോളൂ. നിങ്ങൾ ഭാഗ്യവന്മാർ. ഇല്ലവരാണെങ്കിൽ അതിഭാഗ്യവന്മാർ. രണ്ടും വ്യത്യാസമാണ്. അത് നിങ്ങളൊന്ന് ടൈപ്പ് യെസ് 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 യെസ്. നോക്കൂ, എത്ര ആൾക്കാരാണല്ലേ. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? നിങ്ങൾക്ക് കഴിവില്ലാത്തത് കൊണ്ടാണോ? അല്ല എന്ന് എളുപ്പത്തിൽ ഉത്തരം പറയാം. നിങ്ങൾക്ക് ഭാഗ്യമില്ലാത്തത് കൊണ്ടാണോ? അതുമല്ല. അപ്പോ യഥാർത്ഥ കാരണം നമുക്ക് അറിയണം, അല്ലെ? നിങ്ങൾക്ക് അറിയാൻ ആഗ്രഹമുണ്ടോ? യഥാർത്ഥ കാരണം അറിയാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? ആഗ്രഹമുണ്ടെങ്കിൽ എസ് എന്ന് ടൈപ്പ് ചെയ്ത്, ഇല്ലെങ്കിലോ? ഭാഗ്യം ഇല്ലാത്തത് കൊണ്ടാണോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് കഴിവില്ലാത്തത് കൊണ്ടാണോ? ഇതൊന്നുമല്ല എന്ന് ഞാൻ തന്നെ പറയുന്നു. നിങ്ങൾക്ക് പറയാൻ വെയിറ്റ് ചെയ്യുന്നില്ല. ഇതറിയാൻ ആഗ്രഹമുണ്ടെങ്കിൽ എസ് എന്ന് ടൈപ്പ് ചെയ്തോളൂ. എന്നിട്ട് അതിനുശേഷം നമ്മുടെ ക്യാപ്സൂൾ എടുത്ത് കഴിക്കുക. നമുക്ക് ചില സത്യങ്ങൾ തിരിച്ചറിയാം. നിങ്ങൾക്ക് സത്യങ്ങളാണോ ഇഷ്ടം, അസത്യങ്ങളാണോ? ഏതാണ്? എല്ലാവരും ഒന്ന് ആലോചിച്ച് നോക്കിയേ. സത്യം തന്നെ അല്ലേ? അല്ലെങ്കിൽ ഇവിടെ ഹാപ്പിനെസ് മാസ്റ്റർ ക്ലാസ്സിൽ കയറി ഇരിക്കില്ല. സത്യമില്ലാത്തവർ ഇവിടെ ക്ലാസ്സിൽ ഇരിക്കില്ല. ഇത്രയും പറഞ്ഞപ്പോ ഒരു കാര്യം, ഹാപ്പി ആൻഡ് റെഡി ആയിക്കോട്ടെ, ഹാപ്പി ആൻഡ് റെഡി ആയിക്കോട്ടെ, പെട്ടെന്ന് പെട്ടെന്ന് ഹാപ്പി ആൻഡ് റെഡി ആയിക്കോട്ടെ. ചില മുഖത്ത് ചെറിയ പുഞ്ചിരിയൊക്കെ വരുത്താട്ടോ എന്നെ കാണുമ്പോഴേ. ആ, വരട്ടെ. രാധാ സുബ്രഹ്മണ്യം, വലിയ മസിൽ പിടിക്കണ്ട. അമ്മ എവിടെ ഉണ്ട് എന്ന് കരുതിയിട്ടൊന്നും ചിരിക്കാതിരിക്കണ്ട. ഞാൻ കണ്ടു. ചിരിയൊക്കെ വരണം. ക്യാമറയൊക്കെ ഓഫ് ആക്കി വെച്ചു എന്ന് പറഞ്ഞിട്ട് ചിരിക്കാതിരിക്കണ്ട. ക്യാമറയൊക്കെ ഓൺ ആക്കുന്ന ധൈര്യമുള്ളവർക്ക് പറഞ്ഞ പണിയാ. എന്താണ്? ധൈര്യമുള്ളവർക്ക് പറഞ്ഞ പണിയാ. അതില്ലാത്തവരുടെ ഇരിക്കും. യെസ്. ആ, അത് പറഞ്ഞപ്പോ എല്ലാവരും ഓൺ ചെയ്തു. എല്ലാവരും ഓൺ ചെയ്തു. ഇനിയും കുറച്ച് ധൈര്യമില്ലാത്ത ആൾക്കാരുണ്ട്. ആ, ബാക്കിയും കൊണ്ട് പോരട്ടെ, പോരട്ടെ. പറഞ്ഞപ്പോ കുറച്ച് ധൈര്യം വന്നു പലർക്കും, അല്ലെ? പറഞ്ഞപ്പോ മാത്രം ധൈര്യം വന്നു. യെസ്, റൈറ്റ്. യെസ്, ഗുഡ് 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 പീപ്പിൾസ്. ഓക്കെ, നോക്കൂ, ഞാനൊരു ചെറിയൊരു കഥ പറയാം. ഒരു ചെറിയൊരു കാര്യം പറയാം. കഥയല്ല, ഒരു കാര്യം പറയാം. നിങ്ങളത് എത്രത്തോളം മനസ്സിലാക്കുന്നു എന്ന് ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക. നിങ്ങൾ പലർക്കും കാർ ഓടിക്കാനുള്ള ലൈസൻസ് ഒക്കെ ഉണ്ടാവും. ചിലർക്ക് ഇന്നലെ ഒരാൾ പറഞ്ഞിരുന്നു, ആദ്യം എന്നെ കാണാൻ വന്നപ്പോഴേ, ആദ്യം എന്നോട് എന്നെ 1-to-1 എടുത്ത് സംസാരിക്കാൻ വന്നപ്പോ അവർ വണ്ടി ഓടിക്കുന്നില്ല. കുറേ വർഷങ്ങളായിട്ട്, 10-20 വർഷങ്ങളായിട്ടുള്ള ആഗ്രഹമാണ് വണ്ടി ഓടിക്കണം, വണ്ടി ഓടിക്കാൻ വേണ്ട. പക്ഷെ ധൈര്യമില്ല. ലൈസൻസ് എടുക്കാൻ പോകാൻ ധൈര്യമില്ല. അങ്ങനെ നമ്മുടെ കോഴിക്കോട് പ്രോഗ്രാമിൽ വന്നപ്പോൾ പറഞ്ഞു, സാർ എനിക്ക് എങ്ങനെയെങ്കിലും വണ്ടി ഓടിക്കാൻ പഠിക്കണം, അതിനുള്ള ധൈര്യം വേണമെന്ന് പറഞ്ഞു. ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. ഇത്രയും പെട്ടെന്ന് അതിന്റെ പരിപാടി നടത്തിക്കോ എന്ന് പറഞ്ഞു. എന്നിട്ടും ധൈര്യമൊന്നും കിട്ടിയില്ല. കുറച്ച് ദിവസം ഇങ്ങനെ പോയി, 2-3 സിറ്റിംഗ് നമ്മുടെ ക്ലാസ്സുകളിൽ പങ്കെടുത്തു കഴിഞ്ഞപ്പോൾ പതുക്കെ ധൈര്യം ആൾക്ക് വന്നു. ഒന്നൊന്നായിട്ട് ധൈര്യം വന്നു. അങ്ങനെ സ്റ്റോൺ കയ്യിൽ പിടിച്ച്, ബ്രേസ്ലെറ്റും കയ്യിലിട്ട്, രണ്ടും കൽപ്പിച്ചങ്ങ് പോയി. ഒരൊറ്റ പോക്ക്. ഡ്രൈവിംഗ് ലൈസൻസും എടുത്തിട്ട് കഴിഞ്ഞ ആഴ്ച ഡ്രൈവിംഗ് ലൈസൻസ് ഒപ്പിട്ട് അയച്ചു കാണിച്ചു വന്നിട്ട്, സാറേ ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടി, എന്റെ 22 വർഷത്തെ ആഗ്രഹം സഫലമായി. എന്നിട്ട് അത് മാത്രമല്ല ചെയ്തത്, അടുത്ത പടി, കഴിഞ്ഞ ആഴ്ച ഒരു കാറും വാങ്ങിച്ചു. സെക്കൻഡ് ഹാൻഡ് കാറും വാങ്ങിച്ച് ഫോട്ടോ അയച്ചു. കാറിന് മുമ്പിൽ നിന്ന് കാറും മേടിച്ച് ഫോട്ടോ അയച്ചിട്ട് പറഞ്ഞു, ഇത്രയും വർഷങ്ങളായി ചെയ്യാൻ പറ്റാത്ത കാര്യം ഒരു കോഴിക്കോട് ലൈവ് പ്രോഗ്രാമിന് ശേഷം ഞാൻ അങ്ങ് പ്രാവർത്തികമാക്കി. ധൈര്യം ഉണ്ടോന്ന് വെച്ചാൽ ഇപ്പോഴും സ്റ്റോൺ കയ്യിൽ വെച്ചാൽ, ബ്രേസ്ലെറ്റ് ഇട്ടാൽ കാർ ഓടിക്കാം, ലൈസൻസും എടുക്കാം, കസ്റ്റമർ അടുത്ത് പോവാം, എല്ലാം. ഇത് എങ്ങനെ പോകുന്നു ചോദിച്ചാൽ എനിക്കറിയില്ല ഇത് എങ്ങനെ പോകുന്നു. വണ്ടി പോകുന്നു, എല്ലായിടത്തും പോകുന്നു, ഞാൻ ഇതുവരെ നന്നായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് പറയുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അപ്പോ ഞാൻ അതല്ല, കഥ പറയുന്നതിന് മുമ്പ് ഒരു സന്ദർഭം പറഞ്ഞു എന്നല്ല, എനിക്ക് ഭയങ്കര സന്തോഷമുണ്ടായ കാര്യമാണ്. അപ്പോ ഞാൻ പറഞ്ഞു, ഇതുപോലുള്ള ഒരുപാട് അനുഭവങ്ങൾ നമുക്ക് എല്ലാവർക്കും ഉണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടെന്ന് അറിയാം. അതൊക്കെ നിങ്ങൾ തന്നെയാണ് പറയേണ്ടത്, ഞാൻ പറയുന്നില്ല.
ഇതിപ്പോ എന്നോട് അവരിവിടെ പങ്കെടുക്കാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞു, അല്ലെങ്കിൽ അവർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ പറയാം കേട്ടോ, ആരാ അവർ പങ്കെടുക്കുന്നുണ്ട്. ഞാൻ ഇത് ഇവിടെ മറ്റൊരു ഉദാഹരണം പറയാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ ഒരു കാർ ഓടിക്കുന്ന ഒരാളാണെന്ന് കരുതുക. നിങ്ങളുടെ ജീവിതമാകുന്ന വാഹനം ഫുൾ സ്പീഡിൽ ഓടിച്ചുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ഓടിക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുക. ഒരു കാറ് നമ്മൾ സാധാരണ എടുത്തിട്ട് സ്റ്റാർട്ട് ചെയ്ത് ഫുൾ അങ്ങ് ആക്സിലേറ്റർ കൊടുത്ത് ഫുൾ ഓടിക്കാൻ ശ്രമിച്ചാൽ വണ്ടി ഓടുമല്ലേ, ടയറിങ് കറങ്ങും. പക്ഷെ വണ്ടി എത്ര റേസ് ചെയ്തിട്ടും കാര്യമില്ല, ടയർ കരിഞ്ഞ മണം മാത്രമേ വരുന്നുള്ളൂ, വണ്ടി മുന്നോട്ട് നീങ്ങുന്നില്ല. എന്തായിരിക്കും കാരണം? ഒന്ന് അറിയുന്നവർ ടൈപ്പ് ചെയ്തേ. വണ്ടി സ്റ്റാർട്ട് ചെയ്തു, റെഡിയാക്കി, ഫുൾ ആക്സിലേറ്റർ കൊടുത്തു, ഒക്കെ വെച്ചു, പക്ഷെ വണ്ടി മുന്നോട്ട് പോകുന്നില്ല. എന്തായിരിക്കും കാരണം? യെസ്, വണ്ടി എടുക്കുന്നവർ പറഞ്ഞോളൂ, വണ്ടി ഓടിക്കുന്നവർക്ക് അറിയാം. ബാക്കിയുള്ളവർ പറയട്ടെ, എല്ലാവരും പെട്ടെന്ന് ടൈപ്പ് 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 കമാൺ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നിങ്ങൾ എല്ലാവരും ഇന്റലിജൻസ് പീപ്പിൾ ആണ് അല്ലെ? എല്ലാവരും ഇന്റലിജൻസ് ആണ്, എല്ലാവർക്കും ടൈപ്പ് ചെയ്യാം. യെസ് യെസ് യെസ്. ഗിയർ ഇട്ടിട്ടുണ്ട്, അത് പറയാൻ മറന്നു. ഗിയർ ഇട്ടിട്ടുണ്ട്, ഗിയർ ഇട്ട് വെച്ചു. ഗിയർ നമ്മൾ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള കാര്യം ചെയ്തു വെച്ചു. ഓക്കെ, പോവാം. വണ്ടി പോകുന്നതിന് എന്തായിരിക്കും കാരണം? പറഞ്ഞു, പെട്ടെന്ന് പറഞ്ഞു, സമയം ഇരിക്കണേ, പെട്ടെന്ന് പറയൂ. നിങ്ങൾ ഉത്തരം പറഞ്ഞാൽ മാത്രമേ നമുക്ക് പോകാൻ പറ്റുള്ളൂ മുമ്പോട്ട്. ആഹാ, വണ്ടി ഓടിക്കാൻ അറിയാത്തവരുടെ ഉണ്ടോ? പെട്രോൾ ഇല്ല, ദൈവമേ, അത് കണ്ടുപിടി. പെട്രോൾ ഇല്ലെങ്കിൽ എങ്ങനെ ആക്സിലേറ്റർ കൊടുത്താൽ വണ്ടി റേസ് ആവും? ആരാണ് ഇയാൾ? പെട്രോളിൽ വണ്ടി റേസ് ആവുമോ? വണ്ടി ഓടിക്കാത്തവരായിക്കോട്ടെ. ഒരു തടസ്സം എന്താണ്? ഒരു തടസ്സം, അതെന്താണ്? ടയറൊക്കെ കറങ്ങിക്കൊണ്ടിരിക്കുന്നു, കത്തിയ മണമൊക്കെ വരുന്നു. ആക്സിലേറ്റർ കൊടുക്കുമ്പോ ക്ലച്ചിൽ നിന്ന് കാല് വീടും, എന്നാലേ ആക്സിലേറ്റർ കൊടുക്കാൻ പറ്റൂ. ബ്രേക്കിൽ നിന്ന് കാല് വിട്ടാൽ മാത്രമേ ആക്സിലേറ്റർ കൊടുക്കാൻ പറ്റുള്ളൂ. അതറിയില്ല, വണ്ടി ഓടിക്കും. ബ്രേക്ക് ചവിട്ടുമ്പോൾ ആക്സിലേറ്റർ കൊടുക്കാൻ പറ്റില്ല, രണ്ടും ഒന്നിച്ചു കൊടുക്കാൻ പറ്റില്ല. ഹാൻഡ് ബ്രേക്ക് ഇട്ടിട്ടുണ്ട്, ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യാതെ വണ്ടി മുന്നോട്ട് പോകില്ല. ഹാൻഡ് ബ്രേക്ക് അവിടെ ഇട്ടത് കൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്. അതായത് അപ്പോ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഇത്രയേ ഉള്ളൂ, നമ്മുടെ ജീവിതമാകുന്ന വാഹനം ഫുൾ ആക്സിലേറ്റർ, ഇവിടെയൊക്കെ ക്ലാസ്സിൽ കയറിയിട്ട് അങ്ങ് മോട്ടിവേറ്റ് ചെയ്തിട്ട് ആക്സിലേറ്റർ ഇങ്ങനെ അമർത്തി പിടിച്ചിരിക്കുകയാണ്. പക്ഷെ ഹാൻഡ് ബ്രേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട്. അതായത് അദൃശ്യമായ ഒരു ബ്രേക്ക് ഉണ്ട് നമുക്ക്. ആ ബ്രേക്കാണ് നമ്മുടെ വിഷയം. അപ്പോൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ആ അദൃശ്യമായ ഒരു ബ്രേക്കിനെ കുറിച്ചാണ്. ആ ബ്രേക്ക് നിങ്ങളുടെ വിധി മാറ്റി എഴുതുന്ന ഒരു സംഭവം. അതിനെപ്പറ്റി നമുക്കൊന്ന് മനസ്സിലാക്കി വെക്കാം. വെറുതെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വീഡിയോ അല്ല. ഈ ബ്രേക്കിനെ പറ്റി അറിയാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ മാത്രം തുടർന്ന് നിങ്ങൾ ഇവിടെ ഇരുന്നാൽ മതി. അല്ലെങ്കിൽ ജസ്റ്റ് എക്സിറ്റ് ആൻഡ് ഗോ ഫോർ എ റീൽസ്, അല്ലെങ്കിൽ റീൽസ് കാണാനോ ടി വി കാണാനോ ഇപ്പൊ പോകാം. ഈ ബ്രേക്ക് ഒന്ന് അറിയണമെങ്കിലും ആ ബ്രേക്ക് മാറ്റാൻ, ഹാൻഡ് ബ്രേക്ക് ഒന്ന് എടുത്ത് മാറ്റാൻ ആഗ്രഹമുണ്ടോ നിങ്ങൾക്ക്? നിങ്ങളിൽ നിറഞ്ഞിരിക്കുന്ന, നിങ്ങളിലുള്ള ഒരു അദൃശ്യമായ ഹാൻഡ് ബ്രേക്ക് എടുത്ത് മാറ്റാൻ ആഗ്രഹമുള്ളവർ എത്ര പേരുണ്ട് ഇവിടെ? യെസ്, പോരട്ടെ. ആ അദൃശ്യമായ ഹാൻഡ് ബ്രേക്ക് എടുത്ത് മാറ്റണം എനിക്ക് എന്ന് പറയുന്നവർ എത്ര പേരുണ്ട്? വെറുതെ പറഞ്ഞുകൊണ്ട് കാര്യമില്ല, ഇതിന് ആക്ഷൻ ഉണ്ട്. വെറുതെ ഉള്ള കാര്യമല്ല, ഞാൻ വെറുതെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി പറയുന്നതല്ല ക്ലാസ്. ഇത് കൃത്യമായി മാറ്റാനുള്ള പ്രവർത്തനം കൂടി നിങ്ങൾ ചെയ്യുന്നെങ്കിൽ മാത്രം എസ് ടൈപ്പ് ചെയ്താൽ മതി. അല്ലെങ്കിൽ വെറുതെ ഇരിക്കുകയാണെങ്കിൽ പിന്നെ മുന്നൊരു കാര്യം ഉണ്ടല്ലോ അല്ലെ? എല്ലാവരും ഉണ്ട്. യെസ് യെസ്, എവ്രി വൺ. താങ്ക് യു. അപ്പൊ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരൊറ്റ കാര്യമാണ്, എന്താണ് ഈ ഹാൻഡ് ബ്രേക്ക്? ഇതിനെയാണ് നമ്മൾ പറയുന്നത് മിസ് അലൈൻമെന്റ് അഥവാ പൊരുത്തക്കേട് എന്ന്. നമുക്ക് രണ്ട് മനസ്സുകളുണ്ട് നിങ്ങൾക്കറിയാം. നമ്മുടെ മനസ്സൊരു വിസ്മയത്തിൽ അല്ലെ, വളരെ ഫണ്ടമെന്റൽ ആയിട്ട് മനസ്സൊരു വിസ്മയത്തിൽ ഞാൻ രണ്ട് മനസ്സുകൾ, പ്രധാനപ്പെട്ട 3 മനസ്സുകളിൽ നമ്മളെ നിയന്ത്രിക്കുന്ന 2 മനസ്സുകളെ പറ്റിയിട്ട് വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. ഒന്ന് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്ന സാധനം, ബോധ മനസ്സ് എന്നതിനെ പറ്റിയിട്ട്. ഈ പുസ്തകം എല്ലാവരുടെ കയ്യിലുണ്ടല്ലോ, ഇത് നോക്കിയാൽ മതി. നിങ്ങൾ പേജ് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കുക. ഇതിലെല്ലാം കൃത്യമായി എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. പേജ് നമ്പർ, മനസ്സൊരു വിസ്മയത്തിൽ പേജ് നമ്പർ 46 മുതൽ 68 വരെയുള്ള കാലം കൃത്യമായിട്ട് മനസ്സിനെ പറ്റിയാ പറഞ്ഞിരിക്കുന്നത്. ഇതാണ് ബോധ മനസ്സും
ഉപബോധ മനസ്സും, കോൺഷ്യസ് മൈൻഡ് ആൻഡ് സബ് കോൺഷ്യസ് മൈൻഡ്. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമുക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. എനിക്ക് എന്താണ് ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ആഗ്രഹം ഒന്ന് ടൈപ്പ് ചെയ്തേ. ഏറ്റവും കൂടുതൽ ആൾക്കാർ പറയുന്നത് പ്രധാനപ്പെട്ട ആഗ്രഹം എന്തായിരിക്കും? എനിക്ക് എന്താണ് വേണ്ടത്? മറ്റെന്ത് ഒഴിവാക്കിയ ഒരു സാധനം അത് പറയും പെട്ടെന്ന്. എനിക്ക് എന്ത് വേണം അല്ലേ? ഫസ്റ്റ് തിങ്സ്. യെസ്. ഇവിടെ എല്ലാം ഹാപ്പി ആണല്ലേ? ഓക്കെ, സന്തോഷം, ഞാൻ രക്ഷപ്പെട്ടു. ഇവിടെ എല്ലാം ഇപ്പോ ആഹാ സന്തോഷം വേണം. യെസ്, താങ്ക് യു. അത് തന്നെ. മനസമാധാനം വേണം, സന്തോഷം. ഫസ്റ്റ് പറയും എനിക്ക് പണം വേണം അല്ലേ? വന്നു അവിടെ, എനിക്ക് പണം വേണം. പണം വേണം, പക്ഷേ സന്തോഷം ഇല്ലെങ്കിൽ പണം ഉണ്ടായിട്ട് കാര്യമില്ല. ഇവിടെയാണ് നമ്മുടെ ആഗ്രഹങ്ങൾ, ഈ കോൺഷ്യസ് മൈൻഡിലാണ് നമ്മൾ ആഗ്രഹങ്ങളെല്ലാം ഉണ്ടാകുന്നത്. എനിക്ക് പണം വേണം, വലിയ വീട് വേണം, എനിക്ക് സമാധാനം വേണം, സന്തോഷം വേണം, സംതൃപ്തി വേണം, ബന്ധങ്ങൾ വേണം, അത് വേണം, ഇത് വേണം, അങ്ങനെ വേണം, ഇങ്ങനെ വേണം, ഒക്കെ വരുന്നത് ഈ കോൺഷ്യസ് മൈൻഡിലാണ്. ശരിക്കും മനസ്സിലാക്കണം നിങ്ങൾ, കോൺഷ്യസ് മൈൻഡിലാണ് ഇതൊക്കെ വരുന്നത്. പക്ഷേ ഇതൊക്കെ പ്രാവർത്തികമാകണമെങ്കിൽ അതിൻ്റെ അകത്ത് കിടക്കുന്ന ഉപബോധ മനസ്സ് എന്ന് പറയുന്ന ആ സംഭവത്തിന്റെ പ്രോഗ്രാമിംഗ് ശരിയാവും. എന്താണ് പ്രോഗ്രാമിംഗ് ശരി? ഇവിടെയാണ് യഥാർത്ഥ വിഷയം തുടങ്ങുന്നത്. നമ്മുടെ ബോധ മനസ്സ് പറയുന്നു എനിക്ക് വലിയ സമ്പന്നനാകണം. അപ്പോ ഉപബോധ മനസ്സ് പറയുന്നു ചെറുപ്പത്തിലേ കേട്ട് പഠിച്ച കുറേ കാര്യങ്ങൾ അവിടെ വെച്ചിട്ടുണ്ട്. അവൻ പറയുന്നു പണക്കാരനായാൽ സമാധാനം പോകും, പണം ഉണ്ടാക്കാൻ ഒരുപാട് പാടാണ്, പണം ഉണ്ടാക്കിയാൽ എന്തൊക്കെ സമാധാനക്കേടാണ്, എനിക്ക് പണം ഉണ്ടാക്കാൻ സാധിക്കില്ല. ശരിയാണോ തെറ്റാണോ? ഇങ്ങനെ ചിന്തകൾ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ? യെസ് ഓർ നോ എന്ന് ടൈപ്പ് ചെയ്ത് നോക്കി. ഞാൻ ഈ പറഞ്ഞത് ഇങ്ങനെ പണത്തെ പറ്റി ചിന്തിക്കുമ്പോൾ അല്ലെങ്കിൽ സമാധാനത്തെ പറ്റി ചിന്തിക്കുമ്പോൾ എനിക്ക് എവിടുന്ന് സമാധാനം കിട്ടാനാ? വീട്ടിലെപ്പോഴും വിഷയങ്ങളാണ്. അയാൾ ഒരിക്കലും സമാധാനം തന്നിട്ടേയില്ല, അല്ലെങ്കിൽ മക്കൾ ഒരിക്കലും അവനെ ശ്രദ്ധിച്ചിട്ടേയില്ല അല്ലേ? ഇങ്ങനെയൊക്കെ ചിന്തകൾ വരും. സന്തോഷം, എല്ലാവരും നോ എന്നാ പറയണേ. യെസ്, നോ ആണെങ്കിൽ പിന്നെ ഈ ക്ലാസ് നിങ്ങൾക്കില്ല, വിട്ടോളൂ. യെസ് ആയവർക്ക് മാത്രമേ ഈ ക്ലാസ് ഉള്ളൂ. നിങ്ങൾക്ക് ഇത്തരം ചിന്തകൾ ഉണ്ടെങ്കിൽ മാത്രം ഇവിടെ ഇരുന്നിട്ട്, ഉണ്ടായിട്ടുണ്ടെങ്കിൽ മാത്രമേ ഇവിടെ ഇരുന്നിട്ട് കാര്യമുള്ളൂ. ഇപ്പൊ മാറിയിട്ടുണ്ടാവും, പക്ഷെ ഉണ്ടായിട്ടുണ്ട് എന്ന സത്യം അറിയാം. നമ്മൾ എന്താണ് പറയുന്നത്? എനിക്ക് സമാധാനമുണ്ട്. എങ്ങനെ കിട്ടാനോ? എങ്ങനെ ഇവിടുന്ന് കേട്ടാനോ? മകൻ ശരിയല്ല, മകള് ശരിയല്ല, അച്ഛൻ ശരിയല്ല, അമ്മായിയപ്പൻ ശരിയല്ല, അമ്മായിയമ്മ ശരിയല്ല, പിന്നെ എങ്ങനെ ഞാൻ സമാധാനപ്പെടും, എങ്ങനെ ഞാൻ സന്തോഷത്തിലിരിക്കും എന്ന് പറഞ്ഞുകൊണ്ടിരുന്നവരായിരുന്നു നിങ്ങൾ. കാലങ്ങളായിട്ട് ഇവിടെ ഇരിക്കുന്നവർക്ക് മാറ്റം വന്നിട്ടുണ്ട്. ഞാൻ യൂട്യൂബ് കാണുന്നവരോട്, പുതിയതായിട്ട് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഉണ്ടായിട്ടുണ്ടോ? നിങ്ങളൊന്ന് ടൈപ്പ് ചെയ്ത് യെസ് ഓർ നോ പറഞ്ഞു. യെസ്, ഉണ്ടായിരുന്നു, ഇല്ലാതിരിക്കില്ല. ഇത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലുള്ള പ്രോഗ്രാമുകളാണ്. പണം ഉണ്ടാക്കാൻ, സമാധാനം ഉണ്ടാക്കാൻ പാടാണ്. അപ്പോ ഈ കോൺഷ്യസ് മൈൻഡും സബ് കോൺഷ്യസ് മൈൻഡും തമ്മിൽ ഒരു യുദ്ധം നടക്കുന്നു. നിങ്ങളും നിങ്ങളുടെ വീട്ടുകാരും തമ്മിൽ യുദ്ധം നടക്കാറുണ്ടല്ലോ അല്ലേ? ഉണ്ടോ അല്ലേ? വീട്ടിലെപ്പോഴും യുദ്ധം നടക്കാറുണ്ടല്ലോ? ഒന്ന് പറഞ്ഞു നോക്കേ, ഉണ്ടോ? യെസ് പറഞ്ഞോ. ഇതേ യുദ്ധം നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡും കോൺഷ്യസ് മൈൻഡും തമ്മിൽ നടക്കും. ഈ യുദ്ധമാണ് നമ്മുടെ യഥാർത്ഥത്തിലുള്ള വിഷയം. അപ്പോ രണ്ടുപേരും തമ്മിലുള്ള യുദ്ധം എപ്പോഴും ഉപബോധ മനസ്സ് മാത്രമേ ജയിക്കുകയുള്ളൂ അറിയണം. കാരണം അതിലാണ് 95% ശക്തിയുള്ളത്. 95% ശക്തിയുള്ള ഉപബോധ മനസ്സ് വിജയിക്കും. അപ്പോൾ പണം വേണം, സ്വത്ത് വേണം, ഭൂമി വേണം, വീട് വേണം എന്നൊക്കെ ആഗ്രഹിച്ച് നടക്കുന്ന കോൺഷ്യസ് മൈൻഡ് തോറ്റുപോവുകയും ഇതൊക്കെ എനിക്ക് നേടാൻ സാധിക്കില്ല, പണക്കാരനായാൽ സമാധാനം പോകും, പണം ഉണ്ടാക്കാൻ പാടാണ്, എനിക്ക് സന്തോഷം കിട്ടില്ല, കാരണം ഞാനതിന് അർഹയല്ല എന്നുള്ള നിരന്തരമായ നിറഞ്ഞിരിക്കുന്ന 99% വിജയിക്കുകയും നമ്മൾ വീണ്ടും പഴയ അവസ്ഥയിൽ തന്നെ എത്തുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. ഇതാണ് നിങ്ങളിൽ വെച്ചിരിക്കുന്ന ഹാൻഡ് ബ്രേക്ക്. നിങ്ങൾക്ക് എത്ര പേർക്ക് തോന്നിയിട്ടുണ്ട് എന്തെങ്കിലും നല്ലത് നടക്കാൻ തുടങ്ങുമ്പോഴേക്കും പെട്ടെന്ന് എന്തെങ്കിലും തടസ്സം വന്നാൽ അത് മുടങ്ങിപ്പോകും? ഉണ്ടെങ്കിൽ മീ ഒന്ന് ടൈപ്പ് ചെയ്തേ. ഇത് അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ മീ ഒന്ന് ടൈപ്പ് ചെയ്തേ. നല്ല കാര്യങ്ങളെല്ലാം അടുത്ത് വരെ വരും, എല്ലാം ശരിയായി കഴിഞ്ഞു, പെട്ടെന്ന് എന്തെങ്കിലും ഒരു തടസ്സം വന്നു, അവസാനം നടന്നു. യെസ് ടൈപ്പ് ചെയ്തോ. ഉണ്ടോ നോക്കട്ടെ, ഉണ്ടായിട്ടുണ്ടോ എന്നൊക്കെ. യെസ്, കുറേ പേര് മീ എന്ന് ടൈപ്പ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട് അല്ലെ? നിങ്ങളും യൂട്യൂബ് കാണുന്ന നിങ്ങളും ഇപ്പൊ ടൈപ്പ് ചെയ്യുന്നു മീ എന്ന് തന്നെ അല്ലെ? ഒന്ന് സത്യസന്ധമായിട്ട് പറയണേ. ഞാൻ ആദ്യം പറഞ്ഞു സത്യം മാത്രമേ പറയാവൂ, സത്യം മാത്രമേ ഇവിടെ കറക്റ്റ് ആയിട്ടുണ്ടാവും. അപ്പൊ അത് പറഞ്ഞു, നിങ്ങൾ ഇത് ടൈപ്പ് ചെയ്ത് നിങ്ങൾ സെറ്റ് ചെയ്യണം. അപ്പോ ഒരുപാട് പേർ ഇങ്ങനെ പറയുന്നുണ്ട്. നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാം, നിങ്ങൾ ഒറ്റക്കൊന്നും അല്ല കേട്ടോ. ഇത് നിങ്ങളുടെ വിധിയുമല്ല,
ഇതെന്താണ് പിന്നെ നിങ്ങൾ സംഭവിക്കുന്നത്? ഇത് നിങ്ങളുടെ പ്രോഗ്രാമിംഗ് ആണ് എന്നുള്ളത്. നിങ്ങളുടെ മനസ്സിന്റെ ആ പ്രോഗ്രാമിംഗ് ആണ് ഇവിടെ കാണിക്കുന്നത്. അല്ലാതെ ഇത് നിങ്ങളുടെ തെറ്റൊന്നുമല്ല. വളരെ കൃത്യമായി മനസ്സിലാക്കണം, നിങ്ങൾ തെറ്റല്ല, ഇത് നിങ്ങളുടെ പ്രോഗ്രാമിംഗ് ആണ്. അപ്പോ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, ഒരു തിയറി ക്ലാസ് ആക്കി പോയിക്കാൻ എനിക്ക് താല്പര്യമില്ല. നിങ്ങളുടെ ഉള്ളിലെ ആ ബ്ലോക്കിനെ എവിടെയാണെന്ന് നമുക്ക് ഇപ്പോൾ തന്നെ ഒന്ന് കണ്ടുപിടിക്കണം. എന്നിട്ട് പോകുന്നതല്ലേ ഏറ്റവും നല്ലത്. റെഡി ആണല്ലോ? ഒന്ന് കണ്ടുപിടിച്ചാലോ? ആർ യു റെഡി? എവിടെയാണ് ബ്ലോക്ക് ഉള്ളത് ഒന്ന് കണ്ടുപിടിച്ചാലോ? ഈ ബ്ലോക്ക് ഉണ്ട്, എവിടെയാണെന്ന് കണ്ടുപിടിച്ചാൽ. റെഡി? ജസ്റ്റ് എല്ലാവരും ഒന്ന് റിലാക്സ് ചെയ്തിരിക്കൂ. ജസ്റ്റ് ഇപ്പൊ ക്യുക്കനെ കണ്ടുപിടിച്ച് കളയാം നമുക്ക്. കണ്ണടച്ചിരിക്കൂ. ദീർഘമായൊരു ശ്വാസം എടുക്കൂ. സാവധാനം പുറത്തേക്ക് വിടുക. റിലാക്സ് ആവട്ടെ. വീണ്ടും ഒന്നുകൂടി റിലാക്സ് ആവട്ടെ. ഇനി നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം ഒന്ന് മനസ്സിൽ കണ്ടേ. ചിലപ്പോൾ പറയും, എനിക്ക് എന്റെ 10 ലക്ഷം രൂപയുടെ കടം തീർക്കണം, അല്ലെങ്കിൽ 25 ലക്ഷം രൂപയുടെ കടം തീർക്കണം. ഇതൊക്കെ ആയിരിക്കും ഏറ്റവും കൂടുതലായിട്ട് ആൾക്കാർക്ക് ഉണ്ട്. ഓക്കെ, അത് തന്നെ ആയിക്കട്ടെ, എന്നാലും കുഴപ്പമില്ല. അത് പൂർണ്ണമായി തീർന്നതായിട്ടൊന്ന് കാണാൻ പറ്റുമോ? നിങ്ങൾ ബാങ്കിൽ പോയി പണമൊക്കെ അടച്ചത് ക്ലോസ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റുമോ? കാണാൻ പറ്റുന്നുണ്ടല്ലേ? ഇപ്പൊ നിങ്ങൾ നിങ്ങളുടെ നെഞ്ചിനെ ഒന്ന് ശ്രദ്ധിച്ച്, എവിടെയാണ് നിങ്ങൾക്ക് ഭാരം അനുഭവിക്കുന്നതെന്ന്, എവിടെയാണ് നിങ്ങളൊരു ചെറിയ പേടി നിങ്ങൾക്കുള്ളതെന്ന് ഉണ്ടോ? ഇത്തരം പേടി നിങ്ങൾ അനുഭവിക്കുന്നു, ജസ്റ്റ് ഒന്ന് നിങ്ങൾ തന്നെ ഒന്ന് വാച്ച് ചെയ്ത് നോക്കി. ഇതാണ്. അങ്ങനെയുണ്ടോ? ഒന്ന് നോക്കി, ഒന്ന് ടൈപ്പ് ചെയ്ത്. നിങ്ങൾ എവിടെയെങ്കിലും പേടി അനുഭവിച്ചോ? നിങ്ങൾ എവിടെയെങ്കിലും ഒരു അതായത് നിങ്ങളുടെ എന്താ പറയാ, നിങ്ങളുടെ ഹൃദയത്തിനകത്ത് നിങ്ങൾക്കൊരു പേടി അനുഭവിച്ചോ? എങ്കിൽ ഇതാണ് നിങ്ങളുടെ ബ്ലോക്ക്. അവിടെയാണ് നിങ്ങളുടെ വിഷയം ഇരിക്കുന്നത്. ഇപ്പൊ എന്താ തോന്നി നിങ്ങൾക്ക്? സത്യസന്ധമായി പരിശോധിച്ച് നോക്കുന്ന ടൈപ്പ് ചെയ്തേ. ഞാൻ പേടി അനുഭവിച്ചു ഇല്ല എന്ന് ഒന്ന് ടൈപ്പ് ചെയ്ത് എല്ലാവരും നോക്കട്ടെ. അനുഭവിച്ചവരെല്ലാം ഒന്ന് ടൈപ്പ് ചെയ്ത്. ഒന്നും അനുഭവിച്ചിട്ടില്ല. ഒന്നും അനുഭവിച്ചു. യെസ് നോ, യെസ് നോ, സമ്മിശ്ര പ്രതികരണം. യെസ് ഓർ നോ. ഇല്ല, 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 യെസ്, 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 യെസ്. അനുഭവിച്ചില്ലെങ്കിൽ അതിന്റെ അർത്ഥം നിങ്ങൾക്ക് ഫീലിംഗ് വന്നില്ല എന്നുള്ളതാണ്. പേടി അനുഭവിക്കാതിരിക്കാൻ പറ്റുന്ന സാഹചര്യം അല്ലല്ലോ നിങ്ങൾക്കില്ല. ഇല്ല എന്ന് പറയുന്നത് നിങ്ങൾ അതിനെപ്പറ്റി ശ്രദ്ധിച്ചിട്ടേ ഇല്ല എന്ന് മാത്രമാണ്. കടമുള്ളവർക്കാണെങ്കിൽ അതറിയാം, കടമില്ലാത്തവന് പിന്നെ അത് ചിന്തിക്കാനില്ലല്ലോ. ഇത് വളരെ മനസ്സിലാക്കേണ്ട സാധനമാണ്. ഒരു റിലാക്സേഷൻ തോന്നുന്നുണ്ടോ, ഒരു പേടിയാണോ നിങ്ങൾക്ക് തോന്നുന്നത് എന്നതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ. റിലാക്സേഷൻ ആണെങ്കിൽ അതിനർത്ഥം നിങ്ങളുടെ ഹാൻഡ് ബ്രേക്ക് ഓപ്പൺ അല്ല. നിങ്ങൾക്ക് പേടിയാണ്, ഭാരമാണ് തോന്നുന്നതെങ്കിൽ നിങ്ങളുടെ ഹാൻഡ് ബ്രേക്ക് ഓപ്പൺ ആണ്. ഒരു ചെറിയ ഭാരം, ചെറിയ പേടി, ഇതാണ് നിങ്ങളുടെ യഥാർത്ഥ റെസിസ്റ്റൻസ്. ഇതാണ് നിങ്ങളുടെ യഥാർത്ഥ ഹാൻഡ് ബ്രേക്ക്. നമ്മൾ വാക്കുകൊണ്ട് പറയുന്നു, എനിക്ക് എന്റെ കടം വീടണം, എനിക്ക് 10 ലക്ഷം രൂപ വേണം, ഇതൊക്കെ പറയുന്നു. പക്ഷേ നമ്മുടെ വൈബ്രേഷൻ പറയുന്നു, എനിക്ക് പേടിയാണ്. നിങ്ങളിതിന് ഞാൻ കണ്ണടച്ച് ഇവിടെ ഇരുന്നിട്ടൊന്ന് കാണാൻ ശ്രദ്ധിക്കുക. അതിനിപ്പോ ശ്രദ്ധിക്കാൻ പറഞ്ഞപ്പോ തന്നെ നിങ്ങൾക്ക് പേടിയാണ് തോന്നുന്നതെങ്കിൽ ഇത് സംഭവിക്കുന്നത് എങ്ങനെയായിരിക്കും? അപ്പൊ എന്തായിരിക്കും സംഭവിക്കാൻ പോണത്? പേടിയുള്ള ഒരു കാര്യം നമ്മളെ കൊണ്ട് ചെയ്യാൻ സാധിക്കുമോ? യെസ് ഓർ നോ ഒന്ന് ടൈപ്പ് ചെയ്ത്. പേടിയുള്ള സാധനം നിങ്ങളെ കൊണ്ട് ചെയ്യാൻ സാധിക്കും? ഇപ്പൊ പേടിയുള്ള കാര്യം നിങ്ങൾക്ക് നാളെ രാവിലെ എഴുന്നേറ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. എല്ലാവർക്കും ഉത്തരം ഒന്നേ പറയേണ്ടില്ല. ഇല്ലെങ്കിൽ പിന്നെ അത് പേടിയല്ലല്ലോ. പിന്നെ എങ്ങനെയാണ് ഇത് സാധ്യമാകുക? പിന്നെ എങ്ങനെയാണ് സാധ്യമാകുക? ഇതാണ് റെസിസ്റ്റൻസ്. ഈ റെസിസ്റ്റൻസ് നിങ്ങൾ മറികടക്കാത്തടത്തോളം കാലം നിങ്ങളുടെ കടവും നിങ്ങളുടെ വിഷയങ്ങളും ഒരിക്കലും പുറത്തു കടക്കില്ല. ആരൊക്കെയാണ് നെഗറ്റീവ് ഫീലിംഗ് അല്ലെങ്കിൽ ഒരു ഭാരം അനുഭവപ്പെട്ടിട്ടുള്ളത്, അവർക്ക് സത്യസന്ധമായി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. നിങ്ങൾക്ക് ഇതിൽ നിന്ന് മറികടക്കണമെങ്കിൽ നിങ്ങളുടെ വൈബ്രേഷൻ മാറ്റിയേ പറ്റുള്ളൂ. ഇതാണ് ഞാൻ ലളിതമായിട്ട് നിങ്ങളുടെ രോഗം തിരിച്ചറിച്ച് നൽകി, നിങ്ങളെ കൊണ്ട് തന്നെ നിങ്ങളുടെ രോഗത്തെ തിരിച്ചറിയാൻ ഉള്ള ഒരു ചെറിയ ടെക്നിക്കാണ്. ഇതുപോലുള്ള എത്ര ബ്ലോക്ക്, ഞാനിപ്പോ ഒരു 10 ലക്ഷവും ബാങ്ക് ലോണും മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. എനിക്ക് ഓരോന്ന് എടുത്തു നോക്കി എത്ര എണ്ണം ഇങ്ങനെ കിടക്കണ്ടാവും. ഇപ്പോ
ഞാനിത് പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് പലർക്കും ചില സംശയങ്ങൾ വന്നിട്ടുണ്ടാവും. സ്ഥിരമായ ആൾക്കാർ എന്നോട് ചോദിക്കുന്ന ഒരു 3 കാര്യങ്ങൾ കൂടി നിങ്ങളോട് പറഞ്ഞു പോകാം. അപ്പൊ നിങ്ങൾക്കത് കുറച്ചും കൂടി മനസ്സിലാവും. സ്ഥിരമായിട്ട് പല ആൾക്കാരും എന്നോട് പറയുന്ന കാര്യമാണ്, സാർ ഞാൻ പോസിറ്റീവായിട്ട് തന്നെയാണ് ചിന്തിക്കാറുള്ളത്, എപ്പോഴും പോസിറ്റീവ് തന്നെയായിട്ട് ചിന്തിക്കുന്നത്. സാർ ഈ പറയുന്ന അഫർമേഷൻ പ്രാക്ടീസ് ചെയ്യുന്നത്, മോട്ടിവേഷൻ കേൾക്കുന്നുണ്ട്, ക്ലാസ്സിൽ പങ്കെടുക്കുന്നുണ്ട്, ഒക്കെ സംഭവിക്കുന്നു. പക്ഷേ എന്നിട്ടും നടക്കുന്നില്ല സാർ. നല്ല ചോദ്യമല്ലേ? നല്ല ചിന്തകളാണ്, ശുഭാപ്തി വിശ്വാസം ഒക്കെ ഉണ്ട്. വീണ്ടും മനസ്സിലാക്കുക, നമ്മൾ നല്ല ചിന്തകളിലൂടെയാണ് കടന്നു പോകുന്നത്. പക്ഷെ എന്നിട്ടും സംഭവിക്കുന്നില്ല എങ്കിൽ ചിന്ത എന്ന് പറയുന്നത് ഇവിടെ നമ്മൾ വണ്ടിയുടെ സ്റ്റിയറിംഗ് മാത്രമാണ് എന്ന് തിരിച്ചറിയുക. ഈ തോട്ട്സ് കൊണ്ടാണ് നമ്മൾ വണ്ടി ഓടിക്കുന്നത്. പക്ഷെ വണ്ടി ഓടുന്നത് എന്തുകൊണ്ടാണ്? അതിൽ ഇന്ധനമുള്ളത് കൊണ്ടാണ്. ഈ ഇന്ധനമാണ് നമ്മുടെ വികാരം എന്ന് പറയുന്ന സാധനം, വൈബ്രേഷൻ എന്ന് പറയുന്ന സാധനം, ഇമോഷൻ എന്ന് പറയുന്ന സാധനം. നമുക്ക് സ്റ്റിയറിംഗ് എല്ലാം സെറ്റാണ്, പക്ഷെ വണ്ടിക്കകത്ത് പെട്രോൾ ഇല്ല. നിങ്ങൾ ചിന്തിക്കുന്നത് പോസിറ്റീവാണ്, പക്ഷെ ഫീൽ ചെയ്യുന്നത് അയ്യോടാ നടക്കുമോ എന്ന പേടിയാണ്. എങ്കിൽ പോവും വണ്ടി മുന്നോട്ട് പോവുകയില്ല. ഇതാണ് മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ ചോദ്യം കൂടി എന്നോട് പറയാം. ഇത് കൃത്യമായിട്ട് ആൾക്കാർ എന്നോട് ചോദിക്കുന്ന കാര്യങ്ങളാണ്. സാർ, ഇതെന്റെ വിധിയല്ലേ? ഇറ്റ്സ് മൈ ഫെയ്ത്ത്. അതുകൊണ്ടല്ലേ ഇതൊന്നും നടക്കാത്ത? എന്റെ വിധി അങ്ങനെയാണ്, എന്റെ കുടുംബം അങ്ങനെയാണ്, എന്റെ മറ്റവരിങ്ങനെയാണ്, എന്റെ ജാതകത്തിൽ ഇങ്ങനെയാണ്, മറ്റതാണ്, ഇതൊക്കെ പറയുന്നുണ്ടല്ലേ? അല്ലെങ്കിൽ മറ്റാരോ എന്തോ ചെയ്തു വെച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുന്ന കാര്യമുണ്ട്. ആണോ? ഇസ് ഇറ്റ് എ ഫെയ്ത്ത്? മനസ്സിലാക്കുക, വിധി മാറ്റി എഴുതാനുള്ള പേന നിങ്ങളുടെ കൈവശം തന്നെയാണുള്ളത്. ഓരോ മനുഷ്യനും അവനവന്റെ ജീവിതത്തിന് ശില്പിയും നിർമ്മാതാവുമാണെന്ന് ഞാൻ പറഞ്ഞത് വെറുതെയല്ല. വിധിയെ മാറ്റി എഴുതാനുള്ള പേനയാണ് നിങ്ങളുടെ കയ്യിലുള്ളത്. അതാണ് നിങ്ങളുടെ മനസ്സ് എന്ന് പറയുന്ന സംഭവം. നമ്മുടെ പാസ്റ്റ് അല്ല നമ്മുടെ ഫ്യൂച്ചർ എന്ന് തിരിച്ചറിയുക. പാസ്റ്റും ഫ്യൂച്ചറുമാകുമ്പോൾ ഇന്നത്തെ നിങ്ങളുടെ വൈബ്രേഷൻ മാറ്റിയാൽ നാളെ നിങ്ങളുടെ വിധി മാറും എന്നറിയുക. ഇത് ഗ്യാരണ്ടീഡ് ആണ്. ഇന്നലെയുള്ള വൈബ്രേഷനിൽ തന്നെയാണ് ഇന്നും ജീവിക്കുന്നതെങ്കിൽ നാളെയും അത് തന്നെയാണ് സംഭവിക്കുന്നത്. ഇന്നലെയുടെ വൈബ്രേഷൻ എന്തായിരുന്നു എന്ന് തിരിച്ചറിഞ്ഞിട്ട് ഇന്ന് മാറ്റിയാൽ മതി, നാളെ ഓട്ടോമാറ്റിക് മാറിക്കോളും. പക്ഷെ എപ്പോഴും നമ്മൾ നാളെ മാറ്റാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടേ നടക്കുന്നു എന്ന സത്യം എന്നറിയുക. അപ്പൊ മാറ്റേണ്ടത് ഇന്നുള്ള വൈബ്രേഷനാണ്, നാളത്തെ മാറ്റേണ്ട, അത് മാറിക്കോളും. അപ്പൊ വിധി നമുക്ക് മാറ്റാനുള്ളതാണ്, മാറ്റാൻ സാധിക്കുക ചെയ്യും. അത് മനസ്സിനെ പ്രോഗ്രാം ചെയ്യുക എന്ന് പറയുന്ന ആ പേന മാത്രമാണ് നമുക്ക് ഉപയോഗിക്കേണ്ടത്. ഇത് മനസ്സിലാക്കാം. മൂന്നാമത്തെ കാര്യം, എനിക്കിതൊക്കെ മാറ്റാൻ പറ്റുമോ? ഇപ്പൊ അടുത്ത ക്ലാസ്സിൽ ഇരിക്കുന്ന ആളുണ്ട്, എന്റെ മുമ്പ് കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചു, സാറേ ഇതൊക്കെ ഒന്നും എന്നെ കൊണ്ട് മാറ്റാൻ പറ്റില്ല, എനിക്കൊക്കെ പ്രായമായില്ല, ഇനി എവിടെ മാറ്റാനാ? അല്ലെ, ഈ ചോദ്യം നിങ്ങൾക്ക് എത്ര പേർക്കുണ്ട്? എനിക്കിതൊക്കെ മാറ്റാൻ പറ്റും, എനിക്കൊക്കെ പ്രായമായില്ല സാറേ എന്ന് ചോദിക്കുന്നത്. ഇവിടെ ചോദിച്ച ആൾക്കാരുണ്ട്, ഒന്ന് ടൈപ്പ് ചെയ്ത് ഉണ്ടോ? ചിന്തിക്കുന്നവർ അങ്ങനെ ആരെങ്കിലും ഉണ്ടോ എന്ന് വെച്ചാൽ നോക്കട്ടെ. 1 2 3 4 ഉണ്ടോ? 1 2 3 4. എനിക്ക് മാറ്റാൻ പറ്റും, എനിക്ക് പ്രായമായി പോയെന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ടോ? അതിന് പ്രായമായെന്ന് ആരും സമ്മതിക്കില്ലല്ലോ ഇപ്പൊ ഇവിടെ. അതല്ലേ സത്യം? ആണോ? എനിക്ക് പ്രായമായിട്ട്, നിങ്ങൾക്ക് ആർക്കും പ്രായമായവരുണ്ടോ ഇവിടെ? ആരെങ്കിലും ഉണ്ട് പ്രായമായവർ? ആരുമില്ല. ഞാൻ മാത്രമേ ഇവിടെ ഏറ്റവും പ്രായമായിട്ടുള്ളൂ. ബാക്കി എല്ലാവരും കൊച്ചു പിള്ളേരെ, പ്രായമേ ആയിട്ടില്ല. അല്ലേ? എങ്കിൽ അറിയുക, ഒരു മാറ്റത്തിനും പ്രായവുമായി യാതൊരു ബന്ധവും ഇല്ല. സബ് കോൺഷ്യസ് മൈൻഡ് ഒരു കുട്ടിയെ പോലെയാണ്, എപ്പോഴും അത് പുതിയത് പഠിക്കാൻ തയ്യാറാവുന്ന ഒരു സാധനം. അതിന് കൃത്യമായ ഒരു കമന്റ് കൊടുത്താൽ മാത്രം മതി അതനുസരിക്കാനും. പക്ഷേ ആ കമാൻഡ് കൊടുക്കാൻ എന്തറിയണം? ചില കാര്യങ്ങൾ പഠിക്കണം, ചില കാര്യങ്ങൾ അറിയണം, ചില കാര്യങ്ങളിൽ ശ്രദ്ധിക്കണം, ചില കാര്യങ്ങൾ ചെയ്യണം. വെറുതെ ഇരുന്നാലോ നല്ല കഥയാവും. അപ്പോ ഇതാണ് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ. നമ്മൾ അതിന് വേണ്ട കമാൻഡ് കൊടുക്കാൻ പഠിക്കണം. എസ് എന്ന് പറയുന്നവർ എത്ര പേരുണ്ട്? പഠിക്കാൻ റെഡിയായവർ എസ് എന്ന് പറയുന്ന എത്ര പേര്? നോക്കട്ടെ. മനസ്സിനുള്ള കമാൻഡ് കൊടുക്കാൻ ഞാൻ തയ്യാറാണ്, എസ് എന്ന് പറയുന്നവർ പെട്ടെന്ന് നോക്കട്ടെ. 10 1 2 3 4. യെസ്, ഒരുപാട് ആൾക്കാർ. യെസ്, പറട്ടെ. യെസ്, എല്ലാവരും ഉണ്ട് അല്ലേ? അതിനാണല്ലോ നിങ്ങൾ ഇവിടെ ഇരിക്കുന്നത്. യെസ് എന്ന് പറയാതിരുന്നൊരു കാര്യമില്ല. നിങ്ങൾ അതിനാണ് ഇരിക്കുന്നത്, എനിക്കറിയാം. മറ്റുള്ളവരോട് പറയാണ്. അപ്പോ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായി, നമ്മുടെ പരാജയത്തിന്റെ കാരണം
ആരാണ്? നമ്മുടെ ഉള്ളിലുള്ള അലൈൻമെന്റ് ആണ് എന്നുള്ളത്. അത് പുറത്തുനിന്നല്ല നമ്മളെ പരാജയപ്പെടുത്തിയത്, നമ്മളെ ഉള്ളിലുള്ള അലൈൻമെന്റ് ആണ്. ഇനി ഇതെങ്ങനെ ശരിയാക്കാം? ഹാൻഡ് ബ്രേക്ക് എങ്ങനെ റിലീസ് ചെയ്യാം? എങ്ങനെ നമ്മുടെ അൾട്ടിമേറ്റ് പവറിനെ ആക്ടിവേറ്റ് ചെയ്യാം എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അതിനു വേണ്ടിയുള്ള എല്ലാ ക്ലാസ്സുകളും സഹകരണവും ഒക്കെ നമുക്ക് ഇവിടെ ഉണ്ട്. അലൈൻമെന്റ് മാസ്റ്ററി നമുക്ക് വരുന്നുണ്ട്. അവിടെ കയറി നിങ്ങൾ ഇത് പ്രാവർത്തികമാക്കുക. ഈ ഹാൻഡ് ബ്രേക്കിൽ നിന്ന് റിലീസ് ചെയ്യുക. വെറും ഒരു 5 മിനിറ്റ് കൊണ്ട് മാറ്റാൻ പറ്റുന്ന ഒരു കാര്യമല്ല എന്ന് ആദ്യം തിരിച്ചറിയുക. വർഷങ്ങളായി നിങ്ങൾ കൊണ്ട് നടക്കുന്ന ശീലങ്ങളെ മാറ്റാൻ കൃത്യമായ മൈൻഡ് റീപ്രോഗ്രാമിംഗ് തന്നെ ആവശ്യമാണ്. ഒരു പഴയ വീട് പുതുക്കി പണിയുന്നത് പോലെ നമ്മുടെ ഉള്ളിലുള്ള പഴയ വിശ്വാസങ്ങളെ ഒളിച്ചു മാറ്റി പുതിയത് അവിടെ സ്ഥാപിക്കണം. അതിന് നിങ്ങളെ സഹായിക്കാനും കൈപ്പിടിച്ച് നടത്താനും ഞാൻ തയ്യാറാണ്. പക്ഷെ മാറാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ഐ ആം റെഡി എന്ന് കമന്റ് ചെയ്തോളൂ. മാറാൻ നിങ്ങളാണ് തയ്യാറാവേണ്ടത്. വഴികൾ നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ നടത്താൻ ഞാൻ തയ്യാറാണ്. ഞാൻ അത്രമാത്രം പറയുന്നു. ഈ അലൈൻമെന്റ് നിങ്ങൾ റെഡിയാക്കി കിട്ടിക്കഴിഞ്ഞാൽ യുവർ ലൈഫ് വിൽ ബി ചേഞ്ച്. കൃത്യമായും എത്ര പേര് റെഡിയാണെന്ന് കാര്യത്തിൽ ടൈപ്പ് ചെയ്തോളൂ. ഐ എം റെഡി, 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 റെഡി. അപ്പോ നിങ്ങൾ റെഡി ആയിരിക്കുക, തയ്യാറായിരിക്കുക. ഒരു നിമിഷം, ഒരു 5 മിനിറ്റ് കൊണ്ട് മാറ്റുന്ന ടെക്നിക്ക് നിങ്ങൾക്ക് വേണോ, അല്ല 1 മാസം കൊണ്ട് മാറ്റുന്ന ടെക്നിക്ക് വേണോ? ഏതാ വേണ്ടത്? ഒന്ന് അടുത്ത ടൈപ്പ് ചെയ്ത്. ഒരു നിമിഷം കൊണ്ട് നിങ്ങളെങ്ങ് മാറ്റിക്കളയാം. ഒന്ന് ടെക്നിക്ക് എത്ര പേർക്ക് വേണം എങ്കിൽ അവരെ പേരും ടൈപ്പ് ചെയ്തേ. ഒരു 5 മിനിറ്റ് കൊണ്ട് മാറ്റുന്ന ടെക്നിക്ക് വേണ്ടവർ 5 മിനിറ്റ് പേരെഴുതിക്കോ. അല്ല 1 മാസം ആണെങ്കിൽ 1 മന്ത് എന്ന് ടൈപ്പ് ചെയ്തോ. നോക്കട്ടെ നിങ്ങളുടെ കോൺഷ്യസ് മൈൻഡ് എത്ര ഉണ്ട് വർക്ക് ചെയ്യുന്നു നോക്കട്ടെ. ബോധ മനസ്സ് അറിയാമല്ലോ അല്ലെ? ഒരു നിമിഷം കൊണ്ടുള്ള മാറ്റം സാധ്യമേ അല്ല എന്നുള്ളത്. അത് പറഞ്ഞപ്പോഴാണ് ഓർമ്മ വന്നത്. സഡൻ ആയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ മാനിഫെസ്റ്റേഷൻ ചെയ്യാൻ നേടാൻ താല്പര്യം ഉണ്ടെങ്കിൽ പറഞ്ഞിട്ട് ഹിപ്നോസിസ് ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് ഒരു ഹാപ്പി ന്യൂസും കൂടി നിങ്ങളോട് പറയാൻ പോവാണ്. കേട്ട് നിങ്ങൾ ആരും ഞെട്ടരുത്. ഹിപ്നോസിസ് ലോ ഓഫ് അട്രാക്ഷന്റെ ഹാപ്പിനെസ് മാസ്റ്ററിയിലെ അവസാനത്തെ ക്ലാസ് ആണ് നാളെ തുടങ്ങാൻ പോകുന്നത്. ഇനി ഹിപ്നോസിസ് ലോ ഓഫ് അട്രാക്ഷൻ ക്ലാസ് ഞാൻ ഹാപ്പിനെസ് മാസ്റ്ററിൽ ചെയ്യില്ല എന്ന് നിങ്ങൾക്ക് എല്ലാവരോടും അസന്നിഗ്ധമായി പറയുന്നു. കാരണം ഹിപ്നോസിസ് ലോ ഓഫ് അട്രാക്ഷൻ ചെയ്യൽ അത്ര എളുപ്പമുള്ള ഒരു പരിപാടിയല്ല. നല്ല വർക്ക് ഉണ്ട്. അതുകൊണ്ട് ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ ഈ ഒരു ടേമിൽ താല്പര്യം ഉണ്ടെങ്കിൽ ഇപ്പൊ ചേഞ്ച് ചെയ്തോടാ. നാളെ വന്ന് ചോദിക്കരുത്, അവൈലബിൾ ആവില്ല എന്നുള്ള സത്യം നിങ്ങളുടെ മുമ്പിൽ ഇപ്പൊ അറിയിക്കുന്നു. ഞാനത് കുറേ ആലോചിച്ചെടുത്ത തീരുമാനമാണ്. ഇപ്പോൾ നടക്കുന്ന ഹിപ്നോസിസ് ലോ ഓഫ് അട്രാക്ഷൻ നമ്മൾ ഇനി ഇപ്പൊ ഹാപ്പിനെസ് മാസ്റ്റർ ചെയ്യില്ല. കാരണം എനിക്ക് അത്ര ഹെവിയാണ് ഓരോ ആൾക്കാരെ അതിനകത്ത് ഞാൻ ചോദിക്കാം. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഞാൻ ചെയ്യുമ്പോൾ ഫിൽട്ടർ ചെയ്തിട്ടാണ് ആൾക്കാർ എടുത്തത്. അതുപോലെ വീണ്ടും ഞാൻ ഫിൽട്ടർ ചെയ്യും. ഇത്തവണ ജോയിൻ ചെയ്തവരെയും ഞാൻ ഫിൽട്ടർ ചെയ്യും. അതിനുള്ള കപ്പാസിറ്റി ഇല്ലാത്തവർ, ഞാൻ ഹിപ്നോസിസ് ചെയ്തു കഴിഞ്ഞാൽ പിടിച്ചു നിൽക്കാൻ കപ്പാസിറ്റി ഇല്ലാത്ത ആൾക്കാരെ ഞാൻ ഇവിടേക്ക് കയറ്റിയിട്ട് യാതൊരു കാര്യമില്ല. അതുകൊണ്ട് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ഇപ്പൊ തന്നെ വിളിച്ച് അഡ്മിനെ വിളിച്ച് പറഞ്ഞോളൂ. അതിൽ നോക്കിയിട്ട് നിങ്ങളുടെ കപ്പാസിറ്റി ഞാൻ അറിഞ്ഞിട്ട് നിങ്ങൾ ചേർക്കുള്ളൂ എന്ന് അറിയാം. കാരണം ആ കോഴ്സിന് അത്ര കണ്ട് ഡിമാൻഡ് നിങ്ങൾക്ക് ഉണ്ടോ എന്നുള്ളത്. ഓക്കെ, അപ്പോ അടുത്ത് പറഞ്ഞ ഇത്രയാണ്. ഈ ഒരു യാത്രക്ക് തയ്യാറാവുക. അലൈൻമെന്റിന് വേണ്ടി നിങ്ങളുടെ ജീവിതത്തെ അലൈൻ ചെയ്യാനായിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നവർക്ക് മാത്രമേ ഞാൻ ആ കോഴ്സ് കൊടുക്കുള്ളൂ. എല്ലാവർക്കും കൊടുക്കില്ല. കാരണം അലൈൻമെന്റ് വേണമെന്ന് വെറുതെ ആഗ്രഹിച്ചുകൊണ്ട് കാര്യമില്ല. അതിനുവേണ്ടി തയ്യാറാവണം. ആ തയ്യാറായവർ മാത്രം പ്രസീതെ വിളിച്ച് പറയുക എനിക്ക് അലൈൻമെന്റ് മാസ്റ്ററി വേണം. അവർക്ക് മാത്രം ഞാൻ അലൈൻമെന്റ് മാസ്റ്റർ കൊടുക്കുകയുള്ളൂ. മറ്റുള്ളവരെല്ലാം നിങ്ങൾ ഇങ്ങനെ ക്ലാസ് വെക്കുക. നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ വേണമെന്നുള്ള തീവ്രമായ ആഗ്രഹം നിങ്ങളിൽ ഉണ്ടെങ്കിൽ മാത്രമേ ഇത് ചെയ്തിട്ട് കാര്യമുള്ളൂ. അപ്പൊ വെറുതെ ഇരിക്കുകയല്ല, അതിന് കൃത്യമായി നിങ്ങൾ തയ്യാറായാൽ മാത്രമാണ് നിങ്ങൾക്ക് മാറ്റം ഉണ്ടാവുമെന്ന് അറിയുക. അപ്പൊ മറ്റുള്ളവരോട്, യൂട്യൂബ് കാണുന്നവരോടൊക്കെ പറയാൻ, പുതുതായിട്ട് കാണുകയെങ്കിൽ എന്റെ പുസ്തകങ്ങളെല്ലാം യൂട്യൂബിൽ തന്നെ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് അവിടെ തന്നെ പർച്ചേസ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ക്ലിക്ക് ചെയ്ത് പേയ്മെന്റ് ചെയ്താൽ മാത്രം മതി. നിങ്ങളുടെ അഡ്രസ്സ് താഴെ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബുക്ക് വീട്ടിലെത്തും. എല്ലാ പുസ്തകങ്ങളും ഉണ്ട്. മറ്റൊരു ഗുഡ് ന്യൂസും കൂടി ഉണ്ട്. നമ്മുടെ 2 പുസ്തകങ്ങൾ കൂടി ഈ മാസം തന്നെ റിലീസ് ചെയ്യുന്നുണ്ട്. ഒന്ന് ജേണി ടു ഹാപ്പിനെസ് എന്ന് പറഞ്ഞ ഇംഗ്ലീഷ് പുസ്തകവും അതുപോലെ തന്നെ മാസ്റ്ററിങ് യുവർ ബിസിനസിന്റെ മലയാളം പുസ്തകവും ഈ മാസം റിലീസാവും. വേണ്ടവർ പ്രീ ബുക്ക് ചെയ്തോളൂ. വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള സ്റ്റോക്ക് മാത്രമാണ് വരുന്നത്. പെട്ടെന്ന് തീർന്നു പോകുന്ന എനിക്കറിയാം. കാരണം ഇംഗ്ലീഷിൽ ക്ലാസ് നമ്മൾ ഓൾറെഡി ഇംഗ്ലീഷ് ക്ലാസ് തുടങ്ങിയിട്ടുണ്ട്. ഇംഗ്ലീഷിലൊക്കെ ഹിന്ദിയിലും ഇംഗ്ലീഷിലുമുള്ള നമ്മൾ ജേണി ടു ഹാപ്പിനെസ് ക്ലാസ് തുടങ്ങിയിട്ട് പെട്ടെന്ന് അവിടെയൊക്കെ പുസ്തകങ്ങൾ വിറ്റുപോകും. ആർക്കെങ്കിലും കൊടുക്കാനോ ഇംഗ്ലീഷ് ആവശ്യമുണ്ടെങ്കിൽ ഓർഡർ ചെയ്തോളൂ, വരുത്തിക്കോളൂ. പിന്നെ
അത്രമാത്രമാണ് ഇപ്പൊ പറയാനുള്ളത്. ഇപ്പോ ഹിപ്നോസിസ് ലോ ഓഫ് അട്രാക്ഷൻ ഈ ബാച്ച് ലാസ്റ്റ് ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹമുള്ളവർ ഉടനെ തന്നെ വിളിച്ച് പറഞ്ഞ് ജോയിൻ ചെയ്തോളൂ. അതുപോലെ അലൈൻമെന്റ് മാസ്റ്ററി ക്ലാസ് സെപ്പറേറ്റ് വേണ്ടവർക്ക് മാത്രം കൊടുക്കുള്ളൂ. പ്രസീതയെ വിളിച്ച് നിങ്ങൾ ചോദിച്ചിട്ട് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം തുടങ്ങാം. ഓക്കെ, താങ്ക് യു ആൾ. അപ്പൊ കൊല്ലത്തെ പരിപാടി നിങ്ങളെല്ലാം തീരുമാനിച്ചു. വരുന്നവർ പേര് കൊടുത്താൽ മാത്രമേ കൊല്ലം ഞാൻ കൺഫേം ചെയ്യുള്ളൂ. എത്ര പേരുണ്ട് എന്നൊക്കെ പറഞ്ഞോളൂ. കൊല്ലം വേണ്ടവന് ഇല്ലം വേണ്ടവനാണോ കൊല്ലം വേണ്ടവനാണോ നിങ്ങൾക്ക് തീരുമാനിക്കാം. ഞാനതിൽ പങ്കാളിയല്ല. നിങ്ങൾ എനിക്ക് ഇല്ലം തരികയാണെങ്കിൽ ഞാൻ കൊല്ലത്ത് വരാം, അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഇല്ലത്തേക്ക് പോകും. എന്തായാലും മാർച്ചിൽ ഞാൻ നാട്ടിൽ വരും, ഞാൻ നേരെ ഇല്ലത്തേക്കായിരിക്കും പോവുക. കൊല്ലത്ത് വരണമെങ്കിൽ നിങ്ങൾ തീരുമാനിക്കുക. അത് മാത്രം ഓർമ്മിച്ചുകൊണ്ട് തൽക്കാലം ഞാൻ വാങ്ങുന്നു. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ പെട്ടെന്ന് ചോദിച്ചോളൂ. ഇപ്പൊ പറഞ്ഞതിനകത്ത് എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ ആയിക്കോട്ടെ. യെസ്, കമാൺ. ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഓടി 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 പറഞ്ഞ് ചോദിച്ചോ. കൊല്ലം പ്രോഗ്രാമിന് സാറ് വരണമെന്നല്ലേ? സാറ് വരാം. നിങ്ങൾ ആദ്യം വരുന്നുണ്ടെങ്കിൽ സാറ് വരാം. അല്ലെ സാറ് നിങ്ങൾ സാറ് വരണ്ടേ എന്ന് പറഞ്ഞു കഴിഞ്ഞല്ല. സാറ് വരണമെങ്കിൽ നിങ്ങൾ ആദ്യം വരണം. നിങ്ങൾ വന്നാൽ മാത്രമേ സാറ് വരും. കൊല്ലം പ്രോഗ്രാമിൽ സാറ് വരണമെന്ന് വിളിക്കേണ്ടി വരും. നിങ്ങളെല്ലാം റെഡി ആക്കിയിട്ട് സാറിനെ വിളിച്ചാൽ മതി. അപ്പൊ ഞാൻ വരും. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? പറഞ്ഞ പഠിപ്പിച്ചത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ശബ്ദം കേൾക്കുന്നില്ല. ഗീത എം കെ കേൾക്ക മാട്ടേനെ. മൈക്ക് ഏത് കേൾക്കാമോ? ഏത് ദിവസമായിരിക്കും വരുന്ന? ദിവസമൊന്നും തീരുമാനിച്ചിട്ടില്ല. നോമ്പ് കഴിയണ്ടേ? നോമ്പ് കഴിയട്ടെ. വേണ്ടാട്ടോ സാറേ, തിങ്കളും ചൊവ്വ വേണ്ട. എനിക്ക് വരണം നല്ല തിങ്കൾ ചൊവ്വ ഞായറാഴ്ച മാത്രമേ നമ്മൾ ക്ലാസ് വെക്കുള്ളൂ. സൺഡേ മാത്രമേ നമ്മൾ ക്ലാസ് വെക്കുള്ളൂ. വേറെ ഒരു ദിവസം വെക്കില്ല. ഒൺലി സൺഡേ. ഒൺലി സൺഡേ, വേറെ ദിവസം വെക്കില്ല. സൺഡേ അല്ലാതെ പിന്നെ ആരോ ക്ലാസ്. എനിക്ക് ലീവ് വേണ്ടേ? നിങ്ങൾ ക്ലാസ് എടുക്കാൻ വന്നത് എന്റെ ലീവ് എനിക്ക് ലീവ് കിട്ടണ്ടേ? ഞാൻ ശനിയാഴ്ച വെള്ളിയാഴ്ച രാത്രി കയറി കഴിഞ്ഞാൽ ശനിയാഴ്ച ഞായറാഴ്ച ക്ലാസ്സും കഴിച്ച് തിരിച്ചു കയറണ്ടേ എനിക്ക്? തിങ്കളാഴ്ച രാവിലെ വീണ്ടും ഡ്യൂട്ടിക്ക് എത്തണം. വിചാരിക്കുന്നത് ഇതല്ല എന്റെ പണി, എനിക്ക് വേറെ പണിയുണ്ട്. ഇതെന്റെ പാർട്ട് ടൈം പരിപാടിയാണ്. എന്റെ കഞ്ഞി കൂട്ടിയിട്ട് ജോലി വേറെ ഉണ്ട്. എനിക്ക് കുടിക്കണ്ടേ കഞ്ഞി? ഇപ്പൊ വേറെ ഒന്നും കഴിക്കുന്നില്ല, കഞ്ഞി മാത്രമേ കുടിക്കുന്നുള്ളൂ. അതെങ്കിലും കുടിക്കണ്ടേ? കൊല്ലത്ത് വന്നിട്ട് കുടിക്കാൻ എന്റെ കഞ്ഞി കൂടി നടക്കില്ല. പ്രസീതയുടെ കഞ്ഞി കൂടി മാത്രമേ നടക്കൂ. ഓക്കെ, അപ്പോ എല്ലാവരും ഓർക്കുക, ഇത്രയും പറഞ്ഞതെല്ലാം നിങ്ങൾക്ക് വേണ്ടിയാണ്. നിങ്ങൾ എല്ലാവരും ഓക്കെ. താങ്ക് യു വെരി മച്ച്.